എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു 5.1 ഹോം തിയേറ്റർ എന്നാണ് നോക്കുന്നത്. ഇത് കമ്പനി ഇതിൽ ഐക്കാളെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ചില സ്പീക്കേഴ്സുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഇത് ഈ ഒരു ഹോം തിയേറ്റർ വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് വർക്ക് ചെയ്യാവുന്നതും വർക്ക് ചെയ്യാത്തതും എന്നുള്ളത്. അത് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഞാനത് ഓൺ ചെയ്തു. ഇപ്പോൾ FM മോഡിൽ കിടപ്പുണ്ട്. ഒരു പാട്ടിടാൻ വേണ്ടിയിട്ട് ഒരു USB കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ USB റീഡായി പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ സബിൽ ഒരു ഇടിയോ ബഹളമോ ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് പിറകിലുള്ള ഇതിൻ്റെ പിറകിൽ 5.1 ഇത് FM-ൻ്റെ ആൻറ്റിന കണക്ഷനാണ് വരുന്നത്. ഇത് സെൻറ്റർ ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഞാനൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റിൽ സൗണ്ടില്ല, സറൗണ്ട് ലെഫ്റ്റിലും സൗണ്ടില്ല. പിന്നെ നമ്മൾ ഈ സബും കേൾക്കുന്നില്ല, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് ലെഫ്റ്റ്, ഇത് മൂന്നിലും സൗണ്ടില്ല. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു കവർ ബാക്ക് പാനൽ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വളരെ ചെറിയൊരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. 5.1 ആണെങ്കിലും 5.1 കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് 2030-യുടെ 3 IC ആണ് വെച്ചിരിക്കുന്നത്. ഒരു IC ലെഫ്റ്റ് റൈറ്റിനും, ഒരു IC സബിന്, ഒരു IC അങ്ങനെയല്ല, റൈറ്റിനൊരു IC, ലെഫ്റ്റിനൊരു IC, സബിനൊരു IC, അങ്ങനെ 3 IC ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കണക്ഷൻ 5.1-ൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബോഡി. ഇവിടെ ഇപ്പോൾ തന്നെ കാണാം ഈ ഒരു IC മൊത്തം പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 IC മാറണം. അത് ഏതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഒരു IC ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് പോയതായിട്ട്. ഇനി ഒരു IC അത് ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹമ്മിങ് ഉണ്ട്. ഹമ്മിങ് ഉള്ള IC എന്ന് പറയുന്നത് ഈ സെൻറ്ററിലിരിക്കുന്ന ICക്ക് ഹമ്മിങ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഇരിക്കുന്നതും ഈ ആദ്യം ഇരിക്കുന്ന ഈ 2 ICയും നമുക്കൊന്ന് മാറ്റിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഈ 2 ICയും പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ 2 ICയിൽ ഇത് പിടിച്ചു പോയിട്ടുണ്ട്, മറ്റത് സബിൻ്റെ ആയിരിക്കും. സബ് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 IC അങ്ങ് മാറാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. ഇത് ഞാൻ അവിടുത്തെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓടിച്ചെടുക്കാം. ഇത് IC ഇളക്കി പാഡ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, 2 പാഡ്. ഇനി ആ 2 സ്ഥലത്ത് 2 ഇതിലും നമുക്ക് ഈ 2 2030 IC ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 IC ഞാൻ വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സോൾഡർ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ 2 IC മാറി സോൾഡർ ചെയ്തിട്ടുണ്ടാണ്. ഇനി ഇത് തിരിച്ചൊന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സബ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ FL-ഉം SL-ഉം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം സബിൻ്റെ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സബ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഈ സ്ക്രൂ ഇടാത്തതുകൊണ്ടാണ് ഈ പതർന്ന് കിടന്ന്. നമുക്ക് ആദ്യം ഇത് മൊത്തം സ്ക്രൂ ഒന്ന് സെറ്റ് ചെയ്യാം. സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്ത് തീർന്നു. ഇനി നമുക്ക് ഇതിൽ ഈ FL-ലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്ത് തീർന്നു. ഇനി നമുക്ക് ഇതിൽ ഈ FLലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഓഡിയോ ഇട്ട് നോക്കാം. USB റീഡായി. വേറൊരു പാട്ട് എല്ലാം പഴയത് കണക്ക് വർക്കിംഗ് ആയിട്ടുണ്ട്. 2 2030 IC ഡാമേജ് ആയതായിരുന്നു ഈ ഒരു ഹോം തിയേറ്ററിലെ പ്രശ്നം. അത് റീപ്ലേസ് ചെയ്തു, അത് വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് പഴയ ആ ഒരു കണ്ടീഷനിലോട്ട്, വർക്കിംഗ് കണ്ടീഷനിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.